നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിസര പഠനത്തിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് പരിചയപ്പെടാൻ പോകുന്നത്, ജീവികളും ചുറ്റുപാടും. അപ്പോൾ പരിസര പഠനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനെക്കുറിച്ചാണ് നമ്മളവിടെ പറയുന്നത്. അതെ, നമ്മുടെ പരിസരത്തെക്കുറിച്ചാണ് അല്ലേ. നമുക്ക് ചുറ്റുമായിട്ട് ഉള്ള പ്രകൃതിയെ പറ്റിയും അതുപോലെ ഒരുപാട് സാധനങ്ങളെ പറ്റിയും മനുഷ്യരെ പറ്റിയും ജീവിയെ പറ്റിയും കെട്ടിടങ്ങളെ പറ്റിയും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, പരിസര പഠനത്തിനകത്ത് പഠിക്കുന്നു. ഇപ്പോൾ 3ാം ക്ലാസ്സിൽ നിങ്ങൾ പരിസര പഠനം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങളുടെ തുടർച്ചയാണ് 4ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കൊരു കുട്ടിയുടെ ഡയറി കുറിപ്പ് കാണാം. അവനവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ദിവസം എഴുതി എന്തോ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പരിസര പഠന പുസ്തകത്തിൽ നിരീക്ഷണക്കുറിപ്പൊക്കെ എഴുതാറുണ്ടല്ലേ, അതുപോലെയുള്ളൊരു നിരീക്ഷണക്കുറിപ്പാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണുന്നത്. പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ആമ്പൽക്കുളമാണ്. വയൽ വരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി. കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം. നല്ല തെളിഞ്ഞ വെള്ളം, ആമ്പലുകൾ പൂവിട്ട് നിൽക്കുന്നു. ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം. കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു. ഇവിടെ നോക്കി ഒരു നിരീക്ഷണക്കുറിപ്പ് വായിക്കുമ്പോൾ ആ കുട്ടി എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടോ എന്ന് കൂട്ടുകാരെല്ലാവരും ചിത്രത്തിൽ നോക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ. അവിടെ നമുക്ക് എന്ത് കാണാം, ആമ്പൽക്കുളം കാണാം. അതുപോലെ തന്നെ കുളത്തിൻ്റെ കരയിലുള്ള വലിയൊരു വൃക്ഷത്തെ കാണാം. അതുപോലെ എന്താ ഉള്ളത്, ജലസസ്യങ്ങളുണ്ട്, പായലുകളുണ്ട്, മരത്തിൽ നിന്ന് വീണ ഇലകൾ ആ കുളത്തിനകത്ത് കിടക്കുന്നുണ്ട്. പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും എന്ത് ചെയ്യുന്നു, അവിടെ വളർന്നു നിൽക്കുന്നു. ഇതെല്ലാം നമുക്ക് ആ ചിത്രത്തിനകത്ത് കാണാമല്ലേ. കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളുമുണ്ട്. കുളത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു. അവ ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വന്ന് വായു പിളർക്കും. തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽക്കുളത്തിലെ മറ്റന്തേവാസികൾ. കുളത്തിൽ ചെറുകല്ലുകളിട്ട് ഓളങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കളിച്ചു. കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല. ഇവിടെ നോക്കൂ, അപ്പം ശരീരത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആകൃതിയുമൊക്കെ മത്സ്യത്തിന് എങ്ങനെയാണ് ജലത്തിൽ ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്നത് എന്നവിടെ പറയുന്നുണ്ട്. ഒന്ന് നോക്കി, ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതുമ്പലുകൾ, അവയുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മത്സ്യങ്ങളെ സഹായിക്കുന്നു. ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നത്. മത്സ്യത്തിൻ്റെ തലയുടെ അവിടെയായിട്ട് ചെകിളപ്പൂക്കൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുവഴിയാണ് നമ്മൾ മൂക്കുകൊണ്ട് ശ്വസിക്കുന്ന പോലെ മത്സ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മത്സ്യങ്ങളുടെ സവിശേഷതകൾ കണ്ടു അല്ലേ. ഇനി പറയുന്നത് എന്താണ്, കുറച്ച് ചെടികളെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ഈ ചിത്രങ്ങൾ നോക്കിയ ഒന്നാമത്തെയും രണ്ടാമത്തെയൊക്കെ ചിത്രത്തിനകത്ത് എന്താണ് കാണുന്നത്, അവയുടെ പ്രത്യേകത എന്താ? ഈ 2 ചെടികളും വരണ്ട പ്രദേശത്ത് കാണുന്നവയാണ് അല്ലേ. വല്ലാണ്ട് വെള്ളം ആവശ്യമില്ലാത്ത 2 ചെടികളാണ്. മരുഭൂമിയിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന തരത്തിലുള്ള ചെടികളാണിവ. മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഒന്ന് നോക്കൂ, മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകും. അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്നവയുമാണ്. തണ്ടുകളിൽ മെഴുകുപോലെയുള്ള ഒരു ആവരണമുണ്ട്. ഈ ആവരണം ജലനഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു. മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ ആഴത്തിൽ നിന്നു പോലും ജലം വലിച്ചെടുക്കും. മരുഭൂമിയിലെ സസ്യങ്ങൾ മരുരൂഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സീറോഫൈറ്റ്സ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം. ഓക്കെ, മേൽ സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം മരുഭൂമിയിൽ വസിക്കുന്നതിന് അവയെ എന്ത് ചെയ്യുന്നു, പ്രാപ്തമാക്കുന്നു. അപ്പോൾ ഇവയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, അവ എന്തായിരിക്കും, അവ എങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു മെഴുക് പോലത്തെ ഈ കള്ളിമുള്ളൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ മേലിൽ നിന്ന് ഇങ്ങനെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അല്ലേ. ഒരു മെഴുക് പോലത്തെ ഒരു ആവരണം ഉണ്ടായിരിക്കും. അതെന്തിനാണ്, വല്ലാണ്ട് നല്ല സൂര്യൻ്റെ
സൂര്യപ്രകാശം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നന്നായിട്ട് വെയിലേറ്റ് വെള്ളം മുഴുവൻ നഷ്ടമാവാതിരിക്കാനാണ് ആ മെഴുക് പോലെയുള്ള ആവരണം അവയ്ക്കുള്ളത്. അതുപോലെ അതൊക്കെ എന്തായിരിക്കും, വെള്ളം സംഭരിക്കാൻ വേണ്ടി ഒരുപാട് സ്പേസ് അവയിലുണ്ടായിരിക്കും. നല്ല ആഴത്തിലുള്ള വേരുകൾ ഒരുപാട് താഴെ ചെന്ന് എന്ത് ചെയ്യുന്നു, വെള്ളം എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സവിശേഷതകൾ കൊണ്ടാണ് ഈ മരുരൂഹങ്ങൾ അല്ലെങ്കിൽ സീറോഫൈറ്റ്സ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മരുഭൂമിയിലൊക്കെ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഇവിടെ നമുക്ക് തവളയും ആമ്പലും തമ്മിലുള്ള ഒരു സംഭാഷണം കാണാം. എന്താണ് ആമ്പൽ പറയുന്നത്? തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ തവള പറയുവാണെന്ത്, വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് മൂലം വെള്ളത്തിലൂടെ നീന്താൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, തവളയ്ക്ക് താറാവിൻ്റെ പോലെ തന്നെ തവളയുടെ വിരലുകൾ, കാലിൻ്റെ വിരലുകൾ എന്ത് ചെയ്തിരിക്കുന്നു, ബന്ധിപ്പിച്ചിരിക്കുകയാണ്. വെബ്ഡ് ഫീറ്റാണ് അല്ലേ, ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഒരു കാലാണ് തവളയ്ക്കും താറാവിനും ഒക്കെ ഉള്ളത്. ഇത് എന്തിനാണ് അവരെ സഹായിക്കുന്നത്? താറാവ് നീന്തി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ താറാവിനും തവളയ്ക്കും ഒക്കെ വെള്ളത്തിൽ നീന്താൻ അവരുടെ കാലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ അനുകൂലനങ്ങളാണ് ഇവിടെ ഈ കോളത്തിനകത്ത് എന്ത് ചെയ്യുന്നത്, കാണുന്നത് കേട്ടോ. ആട് കരയിലാണ് ജീവിക്കുന്നത്, ചെമ്മീൻ വെള്ളത്തിലാണ് ജീവിക്കുന്നത്, ആമ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് കുറേ കരയിൽ ജീവിക്കുന്ന, വെള്ളത്തിൽ ജീവിക്കുന്ന, രണ്ടിടത്തും ജീവിക്കുന്ന ജീവികളെയൊക്കെ അറിയാമല്ലേ. അപ്പോൾ അതുപോലെയുള്ള കുറേ ജീവികളെ കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പട്ടിക പൂർത്തിയാക്കണം. കരയിൽ ജീവിക്കുന്നവ, വെള്ളത്തിൽ ജീവിക്കുന്നവ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. ഇവിടെ നോക്കൂ, കരയിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ആനയെ പറയാം, മുയലുണ്ട്, പരുന്തുണ്ട്, എലിയുണ്ട്. ഇനി ഇതൊന്നും കൂടാണ്ട് ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് ഏതാ തോന്നുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, കരയിൽ മാത്രമായിട്ട് വെള്ളത്തിൽ കഴിയാൻ പറ്റാത്ത ജീവികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ പേരെഴുതാം കേട്ടോ. ഇനി വെള്ളത്തിൽ ജീവിക്കുന്നവയ്ക്ക് ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മീൻ, നീരാളി, സമുദ്ര സസ്തനികൾ എന്നുള്ളതാണ്. അതുപോലെ രണ്ട് കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയായിട്ട് നമുക്ക് പാമ്പിനെയും തവളയെയും നീർനായയെയും ആമയെയും പറയാം. ഇനി മരുഭൂമിയിലും ധ്രുവപ്രദേശങ്ങളിലുമായിട്ട് ജീവിക്കുന്ന രണ്ട് ജീവികളെയാണ് നിങ്ങളവിടെ കാണുന്നത്. മരുഭൂമിയിൽ ജീവിക്കുന്ന ആളാരാണ്? അവിടെ ഒട്ടകമാണ് അല്ലേ. ധ്രുവപ്രദേശത്ത്, അതായത് തണുപ്പുള്ള സ്ഥലത്ത് ജീവിക്കുന്നവരാരാണ്? അതെ, പെൻഗ്വിനാണ്. ഇവിടെ ഒട്ടകം നമ്മളോട് എന്തോ ഒന്ന് പറയുന്നുണ്ട്. ഒന്ന് നോക്കൂ, എന്താണത്? മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒട്ടകത്തിൻ്റെ മുതുകിലായിട്ട് ഒരു ഉയർന്ന ഭാഗമുണ്ട് അല്ലേ. ആ മുതുകിൽ കാണുന്ന അതെന്താണ്? കൊഴുപ്പ് കൂട്ടി വെച്ചിരിക്കുന്നതായിരിക്കാം. അപ്പോൾ അതിൻ്റെ സഹായത്തോടെയാണ് ഒട്ടകം എന്ത് ചെയ്യുന്നത്, അവിടെ വെള്ളമൊന്നും കുടിക്കാണ്ട് ദിവസങ്ങളോളം നടക്കുന്നത്. ഇനി പെൻഗ്വിൻ പറയുന്നത് നോക്കൂ, ത്വക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. അവർക്ക് ത്വക്കിനടിയിൽ എന്തുണ്ട്? ഒരു കൊഴുപ്പുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, അവരെ ഈ തണുപ്പ് വല്ലാണ്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതുപോലെ തന്നെ ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രമായിരിക്കും ഒട്ടകത്തിനും പെൻഗ്വിനും ഈ രണ്ട് സാഹചര്യങ്ങൾ ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്ന അനുകൂലനങ്ങൾ ആയിരിക്കില്ല അല്ലേ. വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒട്ടകം, പെൻഗ്വിൻ എന്ന് പറഞ്ഞ് രണ്ട് എന്ത് തന്നിട്ടുണ്ട്, കോളങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഒട്ടകത്തിനും പെൻഗ്വിനുമുള്ള അനുകൂലനങ്ങൾ മറ്റുള്ളവ എന്ത് ചെയ്യണം, കണ്ടെത്തി എഴുതണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒട്ടകത്തിൻ്റെയും പെൻഗ്വിൻ്റെയും അനുകൂലനങ്ങൾ വേറെയുള്ളത് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കോളത്തിനകത്തേക്ക് ആവശ്യമുള്ള തരത്തിലുള്ളത് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ചിലപ്പോൾ അസൈൻമെൻ്റ് ആയിട്ടോ അങ്ങനെയുള്ള ചെറിയ A4 ഷീറ്റിലൊക്കെ എഴുതാൻ പറഞ്ഞിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാ അനുകൂലനങ്ങളും നമുക്ക് പെൻഗ്വിനും ഒട്ടകത്തിനും കാണാൻ കഴിയുന്നതാണ് കേട്ടോ. ഇനി നോക്കൂ, വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം. കങ്കാരു എലിയെ പറ്റി പറയുന്നുണ്ട്. കങ്കാരു എലിയെ പറ്റിയിട്ട് എന്താണ് പറയുന്നത് നോക്കിയേ. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു എലി. എലി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, ചെറുതാ. മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലനങ്ങൾ ഇതിനുണ്ട്. പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന്
വളരെ ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു. രാത്രികാലങ്ങളിലാണ് ഇര തേടുന്നത്. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു. വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയുമുള്ള ജലനഷ്ടം വളരെ കുറവാണ്. നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടിച്ചാടിയാണ് സഞ്ചരിക്കുന്നത്. കവിൾ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വയ്ക്കാനും കഴിയും. അപ്പോൾ ഈ രണ്ട് സവിശേഷതകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അതിന് എന്ത് പേര് വന്നത്? കങ്കാരു എലി എന്ന പേര് വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന എല്ലാ ജീവികൾക്കും അവരുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അല്ലേ? അപ്പോൾ ഈ പ്രത്യേകതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുകൂലനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് എന്താണ്? വേറൊരു ഭാഗത്തേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു കൊക്കിനെയും മീനിനെയും കാണാം. കൊക്കും മീനും തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. അതിന് താഴെയായിട്ടൊരു ചോദ്യം നോക്കൂ. കൊക്കിന് വയലിൽ നിന്ന് എന്തെല്ലാമാണ് ലഭിക്കുന്നത്? അതുപോലെ തന്നെ മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും? ഇപ്പോൾ കൊക്കിനാണെങ്കിൽ ചെറുജീവികളെ കിട്ടും അല്ലേ? വയലിൽ നിൽക്കുന്നത് എന്തിനാണ്? ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്ന സന്യാസിയായിട്ട് കൊക്ക് നിൽക്കുന്നത് നിങ്ങളൊക്കെ കടങ്കഥ രൂപത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കൊക്കിന് എന്തെല്ലാം കിട്ടാം? കൊക്കിന് ചെറുജീവികളെ കിട്ടാം, ചെറുമീനിനെ കിട്ടാം, അതുപോലെ തന്നെ മണ്ണിരയൊക്കെ കിട്ടാം, ഭക്ഷണം കിട്ടുമല്ലേ. ഇനി കുളത്തിൽ നിന്ന് എന്തൊക്കെയാണ് മീനിന് ലഭിക്കുന്നത്? വാസസ്ഥലമാണ്. മീനിൻ്റെ വാസസ്ഥലമാണ് കുളം. അതുപോലെ തന്നെ മീനിന് ആവശ്യമായ ഭക്ഷണവും എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഇതുപോലെ ഇനിയും മീനിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുളം കൊടുക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ചെഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ ടേം പരിചയപ്പെടാൻ പോവാണ്. ആവാസം. അതായത് ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആവാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ആ ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എന്ത് ചെയ്യും? ലഭിക്കും. ഇനി ആവാസത്തിന് കുറച്ച് ഉദാഹരണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വൃക്ഷം എന്താ? ആവാസമാണല്ലേ. മരത്തിൽ ജീവിക്കുന്നവരുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്? മരം അവർക്ക് കൊടുക്കുന്നുണ്ട്. ഭക്ഷണമായാലും താമസമായാലും എല്ലാം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ കുളം, സമുദ്രം, വയൽ, പൂന്തോട്ടം ഇതെല്ലാം എന്താണ്? ആവാസത്തിന് ഉദാഹരണമാണ്. ഇനി വിവിധ തരം ആവാസങ്ങൾ എന്ന് പറഞ്ഞ് ചിത്രം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ഏതെല്ലാം ആവാസങ്ങളാണ് നിങ്ങളവിടെ കാണുന്നത്? അതെ, അവിടെ മലനിരകളുണ്ട്, മരുഭൂമിയുണ്ട്, ശൈത്യമേഖലയുണ്ട്, കാടുണ്ട്, പിന്നെയോ കടലുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഇതെല്ലാം ആവാസത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇനി വയൽ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ആവാസമാണെന്ന് പറഞ്ഞു. അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ? നമുക്കറിയാം എല്ലാ സാധനങ്ങൾക്കും ജീവനുണ്ടോ നമ്മൾ കാണുന്നത്? ഇല്ല, ചിലതിനൊന്നും ജീവനില്ല. അപ്പോൾ നോക്കിയേ, നമ്മളിനി ജീവനുള്ളവ ജീവനില്ലാത്തവ എന്ന് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ജീവനുള്ളവയിൽ നമുക്ക് സസ്യങ്ങളെയും മൃഗങ്ങളെയും പക്ഷികളെയും ഉൾപ്പെടുത്താം. അവർക്കെല്ലാവർക്കും ജീവനുണ്ടല്ലോ. ഇനി ജീവനില്ലാത്തതാരൊക്കെയാ ഒന്ന് പറഞ്ഞു നോക്കൂ. അതെ, മണ്ണുണ്ട്, വെള്ളമുണ്ട്, കല്ലുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ആവാസം പറഞ്ഞപ്പോൾ ഇതിൽ തന്നെ 2 തരത്തിലുള്ള ആവാസങ്ങളുണ്ട്. അതായത് പ്രകൃതി നമുക്ക് സ്വയമായിട്ട് തരുന്ന കുറച്ച് ആവാസങ്ങളും നമ്മൾ നിർമ്മിച്ചെടുത്ത കുറച്ച് ആവാസങ്ങളുമുണ്ട്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസം. അപ്പോൾ ഇത് രണ്ടും ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രകൃതി നമുക്ക് തരുന്ന ആവാസങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞു നോക്കൂ. പ്രകൃതിയായിട്ട് നമുക്ക് തരുന്ന കുറച്ച് ആവാസങ്ങളെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അതിലേതൊക്കെയാണ്? അതെ, കാടൊരു ആവാസമാണ്. കുളമുണ്ട്, ശരി, സമുദ്രമുണ്ട്. ഇതെല്ലാം പ്രകൃതി നമുക്കായിട്ട് തരുന്ന ആവാസങ്ങളാണ്. അപ്പോൾ നമുക്ക് തോന്നാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസങ്ങൾ ഏതൊക്കെയാണ് എന്നൊരു കൺഫ്യൂഷൻ വരും അല്ലേ? നോക്കാം നമുക്ക് ഏതൊക്കെയാണ് മനുഷ്യനിർമ്മിത ആവാസങ്ങൾ എന്ന്. ഇവിടെ നോക്കൂ, പ്രകൃതിദത്ത ആവാസങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഇവിടെ വനങ്ങൾ, പുൽമേടുകൾ, തടാകങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മനുഷ്യനിർമ്മിത ആവാസങ്ങളിൽപ്പെട്ടവയെ നോക്കൂ. പൂന്തോട്ടം, അതായത് പൂന്തോട്ടം നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ? അല്ലാണ്ട് ഒരിക്കലും ഒരു പൂന്തോട്ടം പ്രകൃതിയായിട്ട് നമുക്ക് തരുന്നില്ല. നമ്മൾ പൂക്കൾ മാത്രമുള്ളൊരു തോട്ടമാക്കി നമ്മളെടുക്കുക.
ദെൻ കൃഷിയിടങ്ങൾ, അണക്കെട്ടുകൾ ഇതെല്ലാം എന്താണ്? മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവ ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണം. മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം തുടങ്ങിയവ ജീവനില്ലാത്ത ഘടകങ്ങൾ പ്രധാനപ്പെട്ടവ. ഇത് തന്നെയാണ് നമ്മൾ മുന്നേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ മണ്ണ്, വായു, സൂര്യപ്രകാശം, ജലം ഇതൊക്കെ ജീവനില്ലാത്ത ഘടകങ്ങളാണെങ്കിലും ജീവനുള്ള ജീവികളും പക്ഷികളും ഒക്കെ ഈ ജീവനില്ലാത്തവയെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പരസ്പര ആശ്രയത്തിലാണ് ഭൂമിയിൽ ജീവിച്ചു പോകുന്നത് അല്ലേ? ഇവിടെ ഒരു ചിത്രം കാണാം നിങ്ങൾക്ക്. അതിൽ ജീവനില്ലാത്ത ഘടകമായ സൂര്യപ്രകാശത്തെ ആശ്രയിച്ചാണ് ആദ്യമായി നിൽക്കുന്ന ചെടി വളരുന്നത്. ചെടി വളരണമെങ്കിൽ സൂര്യപ്രകാശം വേണം. ഇനി ആ ചെടിയുടെ തൊട്ട് മേലെയായിട്ട് ആരെ കാണാം? പുൽച്ചാടിയെ കാണാം. പുൽച്ചാടി എന്താ കഴിക്കുന്നത്? പുല്ലാണ് കഴിക്കുന്നത് അല്ലേ? അപ്പോൾ പുൽച്ചാടി പുല്ലിനെ ആശ്രയിച്ചിരിക്കുന്നു, പുല്ല് സൂര്യനെ ആശ്രയിച്ചിരിക്കുന്നു. പുൽച്ചാടിയെ ആശ്രയിച്ച് ആര് ജീവിക്കുന്നു? തവള ജീവിക്കുന്നു. തവളയുടെ ഭക്ഷണമാണ് പലപ്പോഴും പുൽച്ചാടി. ഇനി തവളയെ ആശ്രയിച്ച് ആര് ജീവിക്കുന്നു? പാമ്പ് ജീവിക്കുന്നു. കാരണം പാമ്പിൻ്റെ ഭക്ഷണമാണ് തവള. പാമ്പിനെ ആശ്രയിച്ച് വേറൊരാൾ ജീവിക്കുന്നുണ്ടേ. അതാരാ? അതെ, പാമ്പിനെ ആര് പിടിക്കാറുണ്ട്? കഴുകൻ പിടിക്കാറുണ്ട് അല്ലേ? അപ്പോൾ കഴുകൻ പാമ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കുളത്തിലെ മീനിനെയും ആരാശ്രയിക്കാം? പരുന്ത് അല്ലെങ്കിൽ കഴുകൻ ആശ്രയിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ജീവിതചക്രം നിങ്ങൾ പഠിച്ചിരിക്കണം. സൂര്യപ്രകാശം, പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ എന്നുള്ള രീതിക്ക് നിങ്ങൾ അത് പഠിച്ചു വയ്ക്കണം. ഇനി നോക്കൂ, ആവാസ വ്യവസ്ഥ. ഇപ്പം നമ്മൾ ആവാസം പഠിച്ചു. ഇനി ആവാസ വ്യവസ്ഥയാണ്. അതായത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ച് കഴിയുന്ന ആ ഒരു ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് സൂര്യപ്രകാശവും പുല്ലും പുൽച്ചാടിയും തവളയും പാമ്പും എല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരുന്നെങ്കിൽ ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ പറയുന്നത്? ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് തുടങ്ങിയതൊക്കെ ചെറിയ ആവാസ വ്യവസ്ഥകളാണ്. അതുപോലെ വനം, പുൽമേട്, മരുഭൂമി, കടൽ, ധ്രുവപ്രദേശം ഇതൊക്കെ വലിയ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഇനി അവിടെ നിങ്ങൾക്ക് കാണുന്ന ഒരു ചോദ്യം പരസ്പര ആശ്രയത്വം എങ്ങനെയെന്ന് വിലയിരുത്താനാണ്. അപ്പോൾ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു കുഞ്ഞു കുറിപ്പുണ്ടാക്കി കൊടുക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ ആവാസ വ്യവസ്ഥകളുടെ നാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ ഈ ഭൂമിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ സന്തുലനാവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഓരോ പരിസ്ഥിതി ദിനത്തിലും നമ്മൾ ഓരോ സന്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം പരിസ്ഥിതിയെ അല്ലെങ്കിൽ ഭൂമിയെ കേടുവരുത്താതെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്? ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കുന്ന് പറയുന്ന ഒരു കഥ കേൾക്കാം. കുന്നെന്ന് പറഞ്ഞാൽ മലയാണ് കേട്ടോ. ഇങ്ങനെ മണ്ണ് കയറി കിടക്കുന്ന സ്ഥലം. അപ്പോൾ ആ കുന്ന് പറയുന്ന ആ ഒരു കഥ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി ചോദ്യം ഇതാണ്. അപ്പോൾ ഇവിടെ കുന്ന് മനുഷ്യർ ഇടിച്ചു നികത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അതുപോലെ വേറെയും പല കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്നത് കൊണ്ട് ആവാസ വ്യവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അവിടെ കുന്നിടിക്കൽ തന്നിട്ടുണ്ട്, കീടനാശിനികളുടെ അമിത ഉപയോഗം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെല്ലാം പറയാം? ജലമലിനീകരണം അല്ലേ? കുളവും സമുദ്രമൊക്കെ നമ്മളൊരു ആവാസ വ്യവസ്ഥയായി പറഞ്ഞു. അപ്പോൾ അവിടെ ജലമലിനീകരണം അതിനെ ബാധിക്കുന്നു. വായുമലിനീകരണം, അതുപോലെ തന്നെ അണക്കെട്ടിൻ്റെ നിർമ്മാണം, ഇതൊക്കെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മലിനീകരണത്തെക്കുറിച്ചാണ്. അവിടെ മണ്ണിര പറയുന്നുണ്ട്, കർഷകമിത്രം എന്നാണ് ഞങ്ങളെ വിളിച്ചിരുന്നത്. ഇപ്പോൾ മലിനീകരണം കാരണം മണ്ണിൽ ജീവിക്കാൻ പറ്റാതെ വരികയാണ്.
ഇത് നിങ്ങൾ 3-ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്, മണ്ണിര പറയുന്നത് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ എന്തെല്ലാം മലിനീകരണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇവിടെ നമുക്ക് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വീട്ടിലും സ്കൂളിലും ഒക്കെ ആയി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് ഒരു പ്രത്യേക ഭാഗം അതിനായി വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വീടാണെങ്കിലും അങ്ങനെയാണ്. പ്ലാസ്റ്റിക് ഒന്നും നമ്മളിപ്പോൾ വലിച്ചെറിയുന്നില്ല, ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജീവിത രീതിയിൽ വരുത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള 2 ചിത്രങ്ങൾ നോക്കൂ. ഒരെണ്ണം എന്താണ്, വേസ്റ്റ് അടിഞ്ഞുകൂടിയിരിക്കുകയാണ് അല്ലേ? അതുപോലെ തന്നെ ഒരെണ്ണം വയലിൽ എന്ത് ചെയ്യുന്നു, കീടനാശിനികൾ ഒരുപാട് അങ്ങ് ഉപയോഗിക്കുന്നു. ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ആ സമുദ്രം അല്ലെങ്കിൽ പുഴ എന്നുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് എന്താണ്, ദോഷമാണ്. അതുപോലെ വയൽ എന്നുള്ള ആവാസ വ്യവസ്ഥയിൽ കീടനാശിനികൾ ഇത്രയധികം ഉപയോഗിച്ചാൽ അവിടെ ജീവിക്കുന്ന ഒരുപാട് ചെറുജീവികൾക്ക് എന്ത് ചെയ്യും, ആ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവിടെയും ആവാസ വ്യവസ്ഥ എന്ത് ചെയ്യുന്നു, തകരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുപാട് ജലമലിനീകരണം, വായുമലിനീകരണം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ മണ്ണ് മലിനീകരണവും പഠിക്കാറുണ്ട്. മണ്ണ് മലിനീകരണത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയിടങ്ങളിൽ അമിതമായി കീടനാശിനി ഉപയോഗിക്കുന്നത് ഒരു മണ്ണ് മലിനീകരണമാണ്. അതുപോലെ രാസവളവും ഒരുപാട് ഉപയോഗിക്കുന്നത് എന്താണ്, മലിനീകരണത്തിന് ഉദാഹരണമാണ്. ഇനി പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് മണ്ണ് മലിനീകരണത്തിന് ഉദാഹരണമല്ലേ? ആണ്. ഫാക്ടറിയിലെ മാലിന്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒന്നിച്ചിങ്ങ് പുറന്തള്ളി വിടുന്നത്. ഇതും എന്താണ്, മലിനീകരണം കൂട്ടാൻ വേണ്ടി ഓരോ കാര്യങ്ങളാണ്. ഇനി നമുക്ക് അതുപോലെ തന്നെ വായു മലിനീകരണത്തെക്കുറിച്ചും അറിയാം. അപ്പോൾ നോക്കൂ, അവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലേതൊക്കെയാണ് വായു മലിനീകരണത്തിന് ഉദാഹരണം? അടുപ്പിൽ നിന്ന് വരുന്ന പുക, ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുക, കാട്ടുതീ, രാസവളം ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം വായുവും എന്ത് ചെയ്യുന്നുണ്ട്, മലിനമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വായു മലിനീകരണത്തെക്കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും വായിച്ചു നോക്കുക കേട്ടോ. എങ്ങനെയാണ് വായുവും ജലവും ഒക്കെ മലിനമാകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ദോഷഫലങ്ങൾ വരുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ആദിയുടെ ഒരു ഡയറി കുറിപ്പ് കാണാം. അവിടെ കലി തുള്ളിയ പ്രകൃതി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ആ കുട്ടി എഴുതിയൊരു ഡയറി കുറിപ്പാണത്. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളിപ്പോൾ ധാരാളമായിട്ട് കേൾക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ കേട്ടതാണ് എന്ത്, വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ അല്ലേ? അപ്പോൾ ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ ഓരോ പ്രകൃതി കാണിക്കുന്ന സൂചനകളും മനുഷ്യരുടെ ദുരുപയോഗമാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കാരണമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയെ കേടുവരുത്താതെ അതിനെ ദേഷ്യം പിടിപ്പിക്കാതെ വേണം എന്ത് ചെയ്യാൻ, ജീവിച്ചു പോകാൻ. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന കുറച്ച് പ്രകൃതി ദുരന്തങ്ങൾ എന്ത് ചെയ്യാനാണ്, ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഉരുൾപൊട്ടൽ, ഭൂകമ്പം, കാട്ടുതീ തന്നിട്ടുണ്ട്. വേറെ ഏതെല്ലാം പ്രകൃതി ദുരന്തങ്ങളെ നിങ്ങൾക്കറിയാം? ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാവരും. ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഏതൊക്കെയാണവ? വെള്ളപ്പൊക്കം ഒരു പ്രകൃതി ദുരന്തമാണ്. സുനാമി പ്രകൃതി ദുരന്തമായിരുന്നു. മണ്ണിടിച്ചിൽ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങൾക്ക് എന്താണ്, ഉദാഹരണമാണ്. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ വലിയ നാശനഷ്ടമാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സ്വാഭാവിക കാരണങ്ങളായിട്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടലോ ആണ് എന്ത് ചെയ്യുന്നത്, കാരണമാകുന്നത്. അപ്പോൾ സ്വാഭാവിക കാരണമല്ലാണ്ട് മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ കൊളാഷ് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൊളാഷ് എന്ന് വെച്ചാൽ എന്താണ്, പല പല ചിത്രങ്ങൾ നമ്മൾ വെട്ടിയെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, പല രൂപത്തിൽ ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊളാഷ് എന്ന് പറയുന്നത്. ഒരു തീം റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ നമുക്ക് വെള്ളപ്പൊക്കം എന്നുള്ളൊരു തീം കിട്ടിയാൽ അതിനെക്കുറിച്ച് വരുന്ന വെള്ളം കൂടിയിട്ടുള്ള പല മഴ പെയ്ത് വെള്ളം കൂടി, റെഡ് അലേർട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസ് വരും. ഈ പേപ്പർ കട്ടിങ്സ് എല്ലാം കൂടി ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കൊളാഷ് നിർമ്മിക്കാം. അതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രവർത്തനങ്ങൾ കൂട്ടുകാർ വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾ ഈ പഠിച്ചതിൽ വെച്ച് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇതൊരെണ്ണം
അനുകൂലനത്തെക്കുറിച്ച് വരച്ച് യോജിപ്പിക്കാനാണ്. അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥ സന്ദർശിച്ച് അവിടെ കാണുന്ന ജീവികളുടെ പേരുകൾ എഴുതാനുമാണ്. ഇത് നമ്മൾ ഇത്രയും നേരം ആദ്യം മുതൽ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്താം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വീഡിയോ കേട്ട് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ആവാസ വ്യവസ്ഥ, ജീവികൾ തമ്മിൽ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നത്, ഓരോരോ ജീവികളുടെയും അനുകൂലനം, മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ, പ്രകൃതി ദുരന്തത്തിൻ്റെ കാരണങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്നാമത്തെ പാഠം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.